ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടൊരു മുളക് പൊട്ടിച്ചതിൻ്റെ റെസിപ്പി കണ്ടാലോ? എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് മുളക് പൊട്ടിച്ചത് അല്ലേ? എത്ര കറി ഉണ്ടായാലും മുളക് പൊട്ടിച്ചതിനൊരു വലിയ പ്രാധാന്യമാണ് നമുക്കല്ലേ. കപ്പയുടെ കൂടിയാണെങ്കിലും ചേമ്പിൻ്റെ കൂടിയാണെങ്കിലും ഒക്കെ മുളക് പൊട്ടിച്ചത് മസ്റ്റാണ് എല്ലാവർക്കും. ഇപ്പോൾ ഈ മുളകിൻ്റെ പേര് തൈര് മുളക്, കൊണ്ടാട്ട മുളക് എന്നൊക്കെ ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല പറയുന്നത്. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഫ്രൈ ആക്കി കഴിക്കുക. അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് 4-5 കൊണ്ടാട്ട മുളക് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. കൊണ്ടാട്ട മുളക് വറുത്ത് കോരിയിട്ട് നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഫ്രൈ ആക്കി വറുത്തെടുക്കുന്നുണ്ട്. മുളക് നല്ലപോലെ കരിയാതെ വറുത്തെടുക്കണേ. അപ്പോൾ കൈ വെച്ച് നമുക്ക് ഒടിഞ്ഞ് ഒരു പരുവത്തിലാകണേ. ആ പരുവം വരെ വറക്കണേ. പിന്നെ ഉള്ളി ഏറെ ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും, എരിവും കുറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ നല്ലപോലെ മുളക് പൊട്ടിച്ച് കുഴഞ്ഞ് കിട്ടുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളി എടുത്തൊന്ന് അരിഞ്ഞിട്ടിട്ടാണ് വറക്കുന്നത്, വഴറ്റുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വാളംപുളിയും കൂടി ഇട്ടുകൊണ്ട് ഞാൻ ഇത്രയും വാളംപുളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് അതും ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നല്ലപോലെ ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാർ നല്ലപോലെ തുടച്ച് വെള്ളമയം ഒന്നും ഇല്ലാതെ നല്ലപോലെ തുടച്ചിട്ട് അതിലേക്കിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ആദ്യം മുളകും ഉപ്പും കൂടിയാണ് ചതയ്ക്കുന്നത്. വറ്റൽമുളകും കൊണ്ടാട്ടമുളകും ഉപ്പും കൂടി ഇട്ട് അത് നല്ലപോലെ ചതച്ചെടുക്കുന്നുണ്ട്. അത് ചതച്ച് കഴിഞ്ഞിട്ട് ഉള്ളിയും പുളിയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ഒന്നും കൂടെ കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ മുളക് പൊട്ടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലപോലെ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചേർക്കും തോറും ടേസ്റ്റ് കൂടും. പിന്നെ ഒരു 2-3 ദിവസം ഇത് പുറത്ത് വെച്ചും കൂട്ടാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ചാൽ ചള്ളായൊന്നും പോകത്തൊന്നുമില്ല. 2-3 ദിവസം കുഴപ്പമില്ലാതിരിക്കുക. അത് കഴിയുമ്പോൾ കനപ്പ് വരാൻ തുടങ്ങുകയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനെടുത്ത് കഴിക്കാൻ നേരത്ത് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വെളിച്ചെണ്ണ നല്ലപോലെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇങ്ങനെ കൊണ്ടാട്ടമുളക് ഇട്ട് കൊണ്ടുപോകുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമ്മൾ മറ്റേ മുളക് പൊട്ടിച്ചതിനെക്കാട്ടും കുറച്ചുകൂടി ടേസ്റ്റാണ് ഇങ്ങനെ കൊണ്ടാട്ടമുളകൊക്കെ ചേർത്ത് പൊട്ടിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കണേ.